ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നല്ലൊരു അടിപൊളി കിഡിലൻ ഇഫ്താർ സ്നാക്കാണ് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് മറക്കാതെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി കാണാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തത് കേട്ടോ. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇതുപോലെ ഒരു വലിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സവോള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് ബ്രൗൺ നിറം ആവുന്നവരൊന്നും വഴറ്റിയെടുക്കേണ്ട. കുറച്ച് സമയം ഒന്ന് ഇതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഞാനിതിവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് ബ്രൗൺ നിറമൊന്നും ആക്കിയെടുക്കണ്ട. അപ്പോൾ ഈ ഒരു സവോളയിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതൊരു 1/2 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില കൂടെ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് എല്ലാ മസാലകളും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിലേക്കൊരു സിമ്പിൾ ഫില്ലിംഗ് ആണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് നിങ്ങൾക്ക് മുട്ട വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ചിക്കൻ വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ ഇതുപോലെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരല്പം ഉപ്പും ചേർത്ത് വേവിച്ചെടുത്ത ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കന് പകരം നിങ്ങൾക്ക് ബീഫ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതുപോലെ തന്നെ വേവിച്ച ബീഫ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ മുട്ട ഉപയോഗിച്ചിട്ടും ഈ ഒരു ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കുന്ന പോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ചിക്കൻ ഇതിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു ഫില്ലിംഗ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡൊക്കെ നമുക്ക് കളയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ടൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ബ്രെഡ് വേണ്ടത് അത്രയും ഇതുപോലെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക കേട്ടോ. ഇതിലേക്ക് വേണ്ടിയിട്ടൊരു സോസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ വൈറ്റ് സോസാണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സോസ് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ സോസൊക്കെ ചേർത്ത് തയ്യാറാക്കി എടുക്കുമ്പോഴാണ് ഈ ഒരു സ്നാക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്കൊരു 1 ടീസ്പൂൺ അളവിൽ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കെച്ചപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കൂടുതലായിട്ടും വൈറ്റ് സോസാണ് വേണ്ടത്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡായിട്ട് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഈ ഒരു സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ എല്ലാ വശത്തും ഒരുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഈ ഒരു ചിക്കൻ വെച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഫില്ലിങ് ഇതിന് മുകളിലായിട്ട് നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു ബ്രെഡ് എടുത്തിട്ട് അതിൽ വീണ്ടും കുറച്ചുകൂടെ ഒന്ന് സോസ് തേച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ടിത് കത്തി വെച്ചിട്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ 2 എണ്ണമായിട്ടോ 4 എണ്ണമായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 എണ്ണമായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കണം. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ആവശ്യമുണ്ട്. അത് ഞാനിവിടെ നേരത്തെ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തൊക്കെ കൂട്ടിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്പം പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മുട്ട പൊട്ടിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ടയും പിന്നെ കുറച്ച് പാലുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച ഓരോ ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു മുട്ട മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു ബ്രെഡ് ക്രംസ് കൊണ്ട് നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ബ്രെഡ് പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകും. അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും ഈ ഒരു മുട്ട മിക്സിൽ ഇട്ട് വെക്കരുത്. പെട്ടെന്ന് മുക്കിയെടുക്കണം. എന്നിട്ട് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്നിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഓരോന്നും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ബ്രെഡ് ക്രംസ് നല്ല രീതിയിൽ ഇതിൻ്റെ മുകളിലാക്കി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടൂല. അപ്പോൾ ഇതുപോലെ നല്ല കട്ടിക്ക് തന്നെ ബ്രെഡ് ക്രംസ് ആക്കി കൊടുക്കണം.
അപ്പോൾ ഇതുപോലെ ഞാൻ ഒന്നും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുഴുവനായിട്ടും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 7 ഇപ്പോൾ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളത് നോമ്പ് തുറക്കുന്ന ആ ഒരു സമയത്ത് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇനി ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് സമയമൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് 2 വശവും ഒന്ന് ബ്രൗൺ നിറം ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഒരു വശം ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ 2 വശവും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇവിടെ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. ഇത് എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഈ ഒരു സോസൊക്കെ തേച്ചിട്ട് തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല കിഡിലൻ ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിതിവിടെ എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്